പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് എത്ര നാൾ മികച്ച പ്രതിപക്ഷമായി പ്രവർത്തിക്കുവാൻ കഴിയും? കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റുമോ? അതോ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിന് കളമൊരുക്കുമോ? ഇതാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പുറത്തു വന്നപ്പോൾ ഏവരും ഒരേ സ്വരത്തിൽ, ഒരേ ബലത്തിൽ, ഒരേ വിചാരത്തോടെ ശ്രദ്ധിച്ച കാര്യം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമാണ്. ഒരുപക്ഷെ മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും ഏകദേശം അവ നൽകി ഒരു ട്രെൻഡ് നൽകിയെങ്കിലും പ്രധാനമായി പറഞ്ഞിരുന്ന ചില അവകാശവാദങ്ങൾ പൊളിച്ചുകൊണ്ടാണ് മിക്കവാറും ഫലം പുറത്തു വന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ മിക്കതും ചെറിയ തോതിലെങ്കിലും തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന നീക്കുപോക്കുകൾ കണ്ടാൽ സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പേരിൽ BJPയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന സർക്കാരിനെ താഴെ ഇറക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് അവസാനമായി കിട്ടുന്ന ചില സൂചനകൾ. കാരണം BJPക്ക് എതിരെ ഏറ്റവും വലിയ കച്ചവടം ആരോപണം ഉന്നയിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനവും അതിന്റെ മുന്നണി പോരാളികളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുതിരക്കച്ചവടം നടത്തുക എന്ന് പറയുന്നത് BJPക്ക് കൊടുത്ത ഈ മാൻഡേറ്റിനെ, കോൺഗ്രസിന് കൊടുത്ത ഈ മാൻഡേറ്റിനെ, അല്ലെങ്കിൽ ജനങ്ങൾ നൽകിയ ഈ അംഗീകാരത്തെ തള്ളിപ്പറയലാകും എന്നുള്ളതിന്റെ സൂചനയായതുകൊണ്ടാണ്. അപ്പൊ കോൺഗ്രസ് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് അറിയാം തങ്ങളുടെ കൂടെ തന്നെ അധികാരം പങ്കിട്ടുള്ള ചിലരാണ് ഇപ്പോൾ BJPയോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളത്. അജിത് പവാർ ആയാലും, അതുപോലെ തന്നെ ശിവസേനയുടെ ഒരു വിഭാഗമായാലും, അതുപോലെ മമതാ ബാനർജി ഒക്കെ ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നിൽക്കുമ്പോൾ അവർ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും ശരത് പവാറിനെ പോലെയുള്ളവർ പോലും നടത്തുകയാണ് എങ്ങനെയും ഈ ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുവാൻ വേണ്ടി. കോൺഗ്രസ് ഒരുപടി മുന്നിലോട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മറിച്ച് അതിലെ ഘടകകക്ഷികൾ പലതും, കാരണം ഈ ഭരണം ഇന്ത്യ മുന്നണിയിലേക്ക് വന്നാൽ അത് ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ നേട്ടം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് അതിനകത്ത് ഘടകകക്ഷികളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രി പദം പോലും വാഗ്ദാനം ചെയ്തുകൊണ്ട്, ഉപപ്രധാനമന്ത്രി പദം നൽകാമെന്നുള്ള മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട്, ക്യാബിനറ്റ് വാരിക്കോരി ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് പലരും NDA മുന്നണിയിലെ ഘടകകക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള വാർത്തകൾ പത്രത്തിൽ വന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പോക്കറ്റിലാക്കുവാനുള്ള ചില ശ്രമങ്ങൾ ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികൾ നടത്തിയിരുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നാൾ BJPയുടെ ഈ ഭരണം മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസിന് വളരെ നന്നായി അറിയാം. രാഷ്ട്രീയ ഒരുപക്ഷെ പ്രീപോൾ അലയൻസ് എന്ന് ഓമന പേരിട്ട് വിളിച്ച, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയുള്ള സഖ്യം എന്നുള്ള തരത്തിൽ അറിയപ്പെടുന്ന ഈ BJP കൂട്ടുകെട്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആശയപരമായും നയങ്ങൾ കൊണ്ടും മോരും മുതിരയും പോലെയാണ്. ഒരാൾ ജാതി സെൻസസിനെ എതിർക്കുന്ന ആളാണെങ്കിൽ മറ്റൊരാൾ ജാതി സെൻസസിനെ അനുകൂലിക്കുന്ന ആളാണ്. ഒരാൾ രണ്ടുപേരും പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെടുമ്പോൾ അത് സാധ്യമല്ല എന്നും തങ്ങളുടെ നയമല്ല എന്നും ഉറച്ചു പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് BJPയും ഇതര NDA മുന്നണികളും. അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുക എന്നത് BJP സർക്കാരിന്റെ നയമാണെങ്കിൽ അതിന് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. ഇങ്ങനെ തന്റെ മകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. അതിനുള്ള അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ പദവികൾ ആഗ്രഹിക്കുക, സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെയുള്ള ആവശ്യപ്പെടുക, ഇങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങളിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന ആളാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ടും മോരും മുതിരയും പോലെയുള്ള ഈ നയങ്ങൾ പിന്തുടരുന്ന ഈ രണ്ട് കൂട്ടുകക്ഷി സംവിധാനം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ട് അധിക നാൾ മുന്നോട്ട് പോകില്ല എന്നും ഒരവസരം വീണ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇറങ്ങിക്കളിക്കുക എന്നുള്ളതാണ് നയമെന്നും ഏതാണ്ട് ഇന്ത്യ മുന്നണി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കുതിരക്കച്ചവടത്തിലൂടെ കൂട്ടുകക്ഷികളെ പിടിക്കുവാൻ തങ്ങളില്ല എന്നും, അതുപോലെ BJPയുടെ വെറുക്കപ്പെടുന്ന സാമ്പത്തിക നയങ്ങൾക്കും രാഷ്ട്രീയ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പെന്നും, അതുകൊണ്ട് തന്നെ വരുന്ന അവസരത്തിൽ അല്ലാതെ തങ്ങൾ ചരട് വലിച്ച് താഴെ ഇറക്കി സർക്കാർ ഉണ്ടാക്കില്ല എന്നുമാണ് ഈ അവസാനം ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും കിട്ടുന്ന അവസരങ്ങൾ അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ള തന്ത്രം കോൺഗ്രസിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.
ഒരുപക്ഷെ SP ഇറക്കിക്കൊണ്ട് SP സഖ്യം നേടിക്കൊണ്ട് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ പോലും വിള്ളലുണ്ടാക്കിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി കാത്തിരിക്കുന്നത് ഒരവസരത്തിന് വേണ്ടിയാണ്. നിതീഷ് കുമാറിനെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനെയും സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ ആവശ്യങ്ങളുമായി എത്തുന്ന ഇവരെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന വലിയൊരു ബാധ്യത BJP മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അവിടെ എത്ര നാൾ അവർ തുടരും എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കാണേണ്ടുന്നത്. ഒരുപക്ഷെ വരാൻ പോകുന്ന 5 വർഷം അങ്ങനെയുള്ള ഒരു കരുതലോടെയുള്ള ഒരു ഭരണം നടത്തുവാൻ BJPക്ക് കഴിഞ്ഞാൽ, ഈ കൂട്ടുകക്ഷികളെ കൂടെ തന്നെ നിർത്തുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായി BJPക്ക് മാറും എന്നുള്ളതാണ്. നമ്മൾ കോൺഗ്രസിന്റെ നേട്ടം അല്ലെങ്കിൽ അതിന്റെ മുന്നണികളുടെ നേട്ടവും തീരെ ചെറുതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരിച്ചറിയണം. ഏതാണ്ട് 92 സീറ്റിൽ നിന്ന് 234 സീറ്റിലേക്ക് സഖ്യം മാറിയപ്പോൾ കോൺഗ്രസ് നേരത്തെ ഉണ്ടായിരുന്ന 52 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് വളർന്നപ്പോൾ അവരുടെ വോട്ട് വിഹിതത്തിലും കാര്യമായ വർധനയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ ഇനി വളരെ നിർണായകമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു തക്കം പാർത്തിരിക്കുകയാണ്. തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മുന്നണി സംവിധാനത്തെ അട്ടിമറിച്ച് BJPയുടെ മുന്നണി സംവിധാനത്തെ അട്ടിമറിച്ച് ഭരണം സ്വായത്തമാക്കിയാൽ തങ്ങളുടെ ഭരണവും എത്ര നാൾ പോകും എന്നുള്ളതാണ് അവരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം. കാരണം ഈ സഖ്യകക്ഷികൾ എപ്പോഴും വിലപേശലിന് ഒരുങ്ങുന്ന ഒരു കാര്യം നമുക്ക് ഏവർക്കും രാഷ്ട്രീയത്തിൽ അറിയാം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതൽ തന്നെ സഖ്യകക്ഷികളെ വേണ്ട വിധം കൈകാര്യം ചെയ്തുള്ള ഒരു പാരമ്പര്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് മുന്നേറിയ BJPക്ക് അതത്ര പലപ്പോഴും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ശക്തി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ മുന്നണി സംവിധാനത്തിന്റെ മെയ്വഴക്കം ഒരുപക്ഷെ അത്ര വലിയ വെല്ലുവിളികൾ അവർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇനി അങ്ങനെയല്ല. ഈ വെല്ലുവിളികൾക്ക് ഒക്കെയും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരു ഇഞ്ച് പോലും ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ മുന്നണി സംവിധാനത്തിന്റെ പിന്തുണയില്ലാതെ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി തക്കം പാർത്തിരിക്കുകയാണ്. ഒരു കുറുക്കന്റെ കണ്ണുകളോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാനാകും എന്നാണ് ഇന്ത്യ മുന്നണി സാഹൂതം വീക്ഷിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ജാതി സെൻസസിന്റെ കാര്യത്തിലായാലും സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലായാലും സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യത്തിലോ ആയാലും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവർ കാത്തിരിക്കുകയാണ്. എന്നാൽ BJP മറ്റൊരു B പ്ലാനുമായി മുന്നേറുകയാണ്. ഒരുപക്ഷെ ഈ പുതിയ പ്രത്യേക സംസ്ഥാന പദവി എന്നുള്ള ആവശ്യത്തോട് ഒരുപക്ഷെ അവർ പ്രതികരിക്കുക, പ്രത്യേക സംസ്ഥാന പദവി എന്നുള്ള അംഗീകാരം കൊടുക്കാതെ വേണമെങ്കിൽ കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതിന് അവർക്ക് തടസ്സമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഫോർമുല ആയിരിക്കാം ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും നമ്മൾക്കത് കാത്തിരുന്ന് കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം, ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അണികളെ വളരെയധികം തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ ആവശ്യം, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്നുള്ള ആവശ്യം, ആ ആവശ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവരുമായിട്ടുള്ള സഖ്യം വിച്ഛേദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആർജവത്തോടുകൂടി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു ബാർഗെയിനിങ് പൊളിറ്റിക്സ് നടത്തുവാനായിരിക്കും ചന്ദ്രബാബു നായിഡു പരമാവധി പരിശ്രമിക്കുക. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടുന്നതിന് യാതൊരു വിധമായ മടിയുമില്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറുവാൻ, പ്രത്യേകിച്ച് BJPയോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ അടർത്തി മാറ്റി ഒരു സർക്കാർ ഉണ്ടാക്കുവാൻ കിട്ടുന്ന അവസരം മുന്നണി സംവിധാനത്തിലൂടെ പ്രയോജനപ്പെടുത്തും എന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കുതിരക്കച്ചവടത്തിന് ഇല്ല എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കും അവസരമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മറുപക്ഷത്ത് BJP ഇന്ത്യ മുന്നണിയിലെ സഖ്യത്തെ എങ്ങനെ അടർത്തി മാറ്റാം, അത് ചെയ്ത് വളരെ നന്നായി തഴക്കവും പിഴക്കവുമുള്ള BJP ഏത് സമയത്തും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെയും അടർത്തി മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുണ്ട്. കൂട്ടുകക്ഷികൾ വളരെ വലിയ സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നൽകുവാൻ ഈ മുന്നണി സംവിധാനത്തിൽ വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അവർ വളരെ വലിയ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സീറ്റുകൾ വാങ്ങി നിൽക്കുകയാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി പദം പോലും അവർക്ക് മറ്റൊരു ഘടകകക്ഷിക്ക് വാഗ്ദാനം ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനോടകം നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഉപപ്രധാനമന്ത്രി പദം വരെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പലരും BJP മുന്നണിയിലെ സഖ്യകക്ഷികളെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളത് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.
അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ആ മുന്നണിയിൽ ഒരു സ്ഥാനമുണ്ട്. അത് അവർക്ക് നേരത്തെ തന്നെ, മാത്രമല്ല അവരുടെ നയങ്ങൾ കൂടുതൽ ഇവരുമായി ചേർന്ന് പോകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. രാഷ്ട്രീയപരമായിട്ടുള്ള വെറുപ്പുകളാണ് അവശേഷിക്കുന്നത്. ആശയപരമായിട്ട് ഒരുപക്ഷെ ഇവരുടെ ഒക്കെ താല്പര്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ അജണ്ടയുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇവരെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുവാൻ കിട്ടുന്ന ഒരവസരവും ഇന്ത്യ മുന്നണി ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ് ശരി. എന്തായാലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അധികാര രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിനെ തന്നെ നോക്കൂ. അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ 10-15 വർഷമായി അധികാരത്തിൽ കുറെ നാളായി മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു മടിയുമില്ലാത്തയാളാണ്. ചന്ദ്രബാബു നായിഡു ആകട്ടെ അമരാവതിയെ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമാക്കി മാറ്റുവാൻ, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി കിട്ടുവാൻ എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി, ഏത് തരത്തിലുള്ള നീക്കുപോക്കിനും തയ്യാറായി, ഏത് തരത്തിലുള്ള ബാർഗെയിനിങ്ങിനും തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുംകാല രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് കാത്തിരുന്നുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ മുതലെടുക്കാനാണെങ്കിൽ, ഒരുപക്ഷെ BJP ശ്രമിക്കുന്നത് തങ്ങൾക്ക് ഈ രണ്ട് മുന്നണികളെ മാത്രം ആശ്രയിക്കേണ്ടുന്ന ഒരു ഗതികേടിൽ നിന്ന് എങ്ങനെ BJPയെ രക്ഷിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഉണ്ടായി വന്നിട്ടുള്ള അല്ലെങ്കിൽ ജയിച്ചു വന്നിട്ടുള്ള 8 സ്വതന്ത്രന്മാരുണ്ട്. അവരുടെയും പിന്തുണ ഇന്ത്യ മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം ആ സ്വതന്ത്രന്മാരുടെ പിന്തുണയും ലഭ്യമാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ വലിയ മാറ്റങ്ങളിലേക്ക് കാതോർക്കുകയാണ്. ഒരുപക്ഷെ ഈ മോരും മുതിരയും പോലെയുള്ള സഖ്യങ്ങളാണ് ഈ രണ്ട് കൂട്ടത്തും നില ഉറപ്പിച്ചിരിക്കുന്ന എന്നുള്ളത് കൊണ്ട് ഇനി എത്ര നാൾ ഈ ഭരണം മുന്നോട്ട് പോകുന്നു, എത്ര നാൾ നല്ലൊരു പ്രതിപക്ഷമായി കോൺഗ്രസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറുവാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ളതാണ് ഇപ്പോഴുള്ള വസ്തുത. അത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മാത്രമല്ല, അവരുടെ സഖ്യകക്ഷികളെ കൊണ്ട് സ്വാധീനിപ്പിക്കാവുന്ന ഇപ്പുറത്തുള്ള മുന്നണിയിലെ സഖ്യകക്ഷികളെയും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായാലും ആര് വന്നാലും, അത് NDA മുന്നണിയായാലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയായാലും, ഇനി വരുംകാല രാഷ്ട്രീയത്തിൽ 5 വർഷത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇല്ലാതെ വ്യക്തി കേന്ദ്രീകൃതമായും താല്പര്യ കേന്ദ്രീകൃതമായും ഉണ്ടായിട്ടുള്ള പ്രാദേശിക ചെറുകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ അധികാര രാഷ്ട്രീയം വേറെ എന്ത് പാഠമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപക്ഷെ ഇടക്കാലത്ത് നമ്മൾ കണ്ടിരുന്ന 90-കൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടതുപോലെ എത്രമാത്രം ഈ കോയലേഷൻ പൊളിറ്റിക്സിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ സഖ്യകക്ഷി രാഷ്ട്രീയത്തിലേക്ക് മാറുന്നു, അത് എത്രമാത്രം നമ്മുടെ ഭാരതത്തിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് കാത്തിരുന്നു കാണുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് സഖ്യം അങ്ങനെ പലതവണ പരീക്ഷണങ്ങൾ നടത്തി അതിന്റെ ഫലം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെയൊക്കെ നഷ്ടങ്ങളും കുറെയൊക്കെ ലാഭങ്ങളും ഭാരതത്തിന് അതുകൊണ്ടുണ്ടായി. എന്തായാലും ഇന്ത്യ മുന്നണി ഒരുപക്ഷെ NDA മുന്നണി BJPയുടെ നേതൃത്വത്തിൽ അങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാതെ സർക്കാർ ഉണ്ടാക്കി മുന്നേറുമ്പോൾ അത് 5 വർഷവും തങ്ങൾക്ക് ആ ഭരണം നിലനിർത്താനാകുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. എന്തായാലും ഇന്ത്യ മുന്നണി ശക്തമായ ഒരു പ്രതിപക്ഷമായി ഇരിക്കുവാനും NDA മുന്നണിയിലെ സഖ്യകക്ഷികളെ എങ്ങനെയും തങ്ങളുടെ കൂടെ കൂട്ടുവാനും അധികം വൈകാതെ പരിശ്രമിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ രാഷ്ട്രീയ നാടകങ്ങൾ കാണുവാൻ നമ്മൾ തയ്യാറായിരിക്കുക.